20 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്തു. 3 പേർ അറസ്റ്റിൽ. പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനും ക്രൂരമർദ്ദനം. രാജസ്ഥാൻ ജയ്പൂരിലെ ഷിഗർ റോഡിലുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി മടങ്ങുമ്പോഴാണ് ഈ കൊടും ക്രൂരത അരങ്ങേറുന്നത്. 20 വയസ്സാണ് ആ പെൺകുട്ടിയുടെ പ്രായം. അവൾക്കൊപ്പം അവളുടെ ഒരു ആൺസുഹൃത്തും ഉണ്ടായിരുന്നു. ഈ ആൺസുഹൃത്തും ഈ പെൺകുട്ടിയും ഒരുമിച്ചാണ് ആ ക്ഷേത്രത്തിൽ ദർശനത്തിനായി പോകുന്നത്. അങ്ങനെ ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആ ക്ഷേത്രത്തിന്റെ സമീപ പ്രദേശത്തുള്ള ഒരു തണലിൽ അവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ്. ഈ സംസാരിക്കുന്നതിനിടയിലാണ് ഈ 3 നരാധമന്മാർ എത്തുന്നത്. ആ പെൺകുട്ടിയുടെ സുഹൃത്തിനെ അവർ മർദ്ദിച്ചു. അതിനുശേഷം അയാളെ തടഞ്ഞു വെച്ചു. ഈ പെൺകുട്ടിയെ വലിച്ചിഴച്ച് ഒഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവർ 3 പേർ ചേർന്ന് മാറി മാറി ആ 20 വയസ്സുകാരിയെ പീഡിപ്പിച്ചു. ആ ബലാത്സംഗത്തിന് ശേഷം ആ പ്രതികൾ സ്ഥലം വിട്ടു. പെൺകുട്ടിയും ആൺസുഹൃത്തിനെയും കൂട്ടി ഒരു തരത്തിൽ തിരികെ വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലെത്തി അവൾ കാര്യങ്ങൾ വീട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അങ്ങനെ വീട്ടുകാർ പെൺകുട്ടിയെയും കൂട്ടി പിറ്റേ ദിവസം തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. പിന്നാലെ തന്നെ ഒരു അന്വേഷണ സംഘത്തെയും പോലീസ് വളരെ വേഗത്തിൽ രൂപീകരിച്ചു. മെയ് 23-ാം തീയതിയാണ് ഈ കൂട്ടബലാത്സംഗം നടക്കുന്നത്. 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മെയ് 26-ാം തീയതി മുഴുവൻ പ്രതികളെയും പിടികൂടാൻ സാധിച്ചു എന്നാണ് ജയ്പൂർ DCP പറയുന്നത്. सूचना की गंभीरता को देखते हुए जो चौकी पर पुलिस का फोर्स था उसने त्वरित तौर पे उच्च अधिकारियों को इसकी सूचना दी और तब से ही उनको जो परिवादियां थी उनको कन्विंस किया गया कि सीरियस मैटर है, इनको FIR दर्ज करानी चाहिए. काफी कन्विंसिंग के बाद उन्होंने FIR दर्ज कराई और फिर त्वरित कार्रवाई करते हुए हमने जो नक्शा, क्योंकि घटनास्थल कोई वेल डिफाइंड नहीं था, वहां जाकर हमने समझा उनसे कहाँ का घटनास्थल हो सकता है, क्या हो सकता है. और जब घटना की पुष्टि हो गई उसके बाद टीमें बनाकर जो 3 लोग थे जो अज्ञात थे उनको डिटेन किया गया. ആ ക്ഷേത്രത്തിന്റെ പുറത്ത് ആ സുഹൃത്തിനൊപ്പം ആ പെൺകുട്ടി ഇരിക്കുന്ന വീഡിയോ പ്രതികൾ ചിത്രീകരിച്ചിരുന്നു. എന്നിട്ട് ആ ദൃശ്യങ്ങളെ പെൺകുട്ടിയെ കാണിച്ച് ഈ വീഡിയോ ഞങ്ങൾ വൈറലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് അതിക്രമം തുടങ്ങിയതെന്ന് പെൺകുട്ടി പറയുന്നു. ആരോടെങ്കിലും പറഞ്ഞാൽ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും, പുറത്തുവിടുമെന്നാണ് ഭീഷണി. അത് കേട്ട് ഈ പെൺകുട്ടിയും ആ ആൺസുഹൃത്തൊന്ന് ഭയപ്പെട്ടു. പ്രതികളുടെ ഫോണിൽ നിന്ന് സമാനമായിട്ടുള്ള മറ്റ് ചില വീഡിയോകളും ഈ പോലീസ് സംഘം അന്വേഷണത്തിനിടയിൽ കണ്ടെത്തി. വേറൊരു സ്ത്രീയുടെ വീഡിയോയും ഇതേപോലെ തന്നെ ഇവർ ചിത്രീകരിക്കുന്ന വീഡിയോ അവരുടെ ഫോണിൽ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. അതായത് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഇതേ തരത്തിലുള്ള കുറ്റകൃത്യം ആ പ്രതികൾ നേരത്തെയും ചെയ്തിട്ടുണ്ടാകാം എന്നുള്ള ഒരു അനുമാനത്തിലാണ് പോലീസ്. അതുകൊണ്ട് തന്നെ ഈ 3 പ്രതികളെക്കുറിച്ചും കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് ആ അന്വേഷണ സംഘം. ആ ഫോണുകളിൽ നിന്നുള്ള കൂടുതൽ ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.